ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തെങ്കിലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ താഴോട്ട് പോകുന്നത് കാണുമ്പോൾ ആങ്സൈറ്റി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എന്റെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ, എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷനിൽ ഞാൻ പഠിച്ച ഒരു 4 പാഠങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ജേർണി തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഈ 4 പാഠങ്ങൾ നേരത്തെ അറിയുന്നത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് തന്നെ ഇത് മാറ്റിക്കളയും. അതെന്താണെന്നല്ലേ? നമ്പർ 1, നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾക്ക് നഷ്ടം ഇഷ്ടമല്ല. അതായത് നമ്മൾക്ക് എല്ലാവർക്കും ലോസ് അവേർഷൻ ഉണ്ട്. നഷ്ടത്തിനോട് ഒരു വിമുഖത നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. സൈക്കോളജി പ്ലേസ് എ ഹ്യൂജ് റോൾ ഇൻ ഇൻവെസ്റ്റിംഗ്. നമുക്ക് എല്ലാവർക്കും ഒരു മാർക്കറ്റ് കറക്ഷന്റെ സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ റെഡ് കളർ ആവുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. ബട്ട് ഹിയർ ഈസ് വാട്ട് ഐ ഹാവ് ലേൺ. ഞാൻ എന്റെ പോർട്ട്ഫോളിയോ മിനിറ്റിന് അല്ലെങ്കിൽ ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാറില്ല മാർക്കറ്റ് കറക്ഷന്റെ സമയത്ത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ട്രേഡിംഗ്. അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ജേർണിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പോർട്ട്ഫോളിയോ സെറ്റ് ആക്കിയിട്ടുണ്ടാവുമല്ലോ. ആ പോർട്ട്ഫോളിയോ ഈ മാർക്കറ്റ് കറക്ഷന്റെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുന്നത് എനിക്കത്ര ഗുണകരമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ് ആയിട്ട് ഞാനത് ചെക്ക് ചെയ്യുന്നത് നിർത്തി. പിന്നെ നമ്മൾ മനുഷ്യർക്കുള്ള ഒരു പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് സീക്കിംഗ് വാലിഡേഷൻസ്. അതായത് ഈ ഒരു കേസിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ടേക്ക് പോവാണ്, നമ്മൾക്ക് ഒരു ആങ്സൈറ്റി വന്നു, ഇത് താഴോട്ട് പോയപ്പോൾ നാളെ സ്റ്റോക്ക് മാർക്കറ്റ് കയറും, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇറങ്ങിയത്, ഇത്ര ദിവസം കഴിഞ്ഞാൽ കുറച്ച് കയറുമായിരിക്കും, ഈ സ്റ്റോക്ക് ഇപ്പൊ വിൽക്കുന്നത് നല്ലതല്ല, ഹോൾഡ് ചെയ്യാം എന്നൊക്കെ നമ്മൾക്കൊരു ധാരണ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇത് നമ്മളടുത്ത് കിട്ടിയാൽ പോലും നമുക്ക് 4 ആൾക്കാരും കൂടി നമ്മളുടെ ഒരു ധാരണ പങ്കുവെക്കണം, അവരും കൂടി അത് പറയണം, എന്നാലും നമുക്കതൊന്ന് സമാധാനമാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിത് മറ്റുള്ളവരോട് പറയും. എസ്പെഷ്യലി നമ്മൾ കണ്ടിട്ടുണ്ടാവും പബ്ലിക് പ്ലാറ്റ്ഫോംസിലും ഗ്രൂപ്പ്സിലും ഒക്കെ വന്നിട്ട് ആൾക്കാർ ഈ മാർക്കറ്റ് കറക്ഷന്റെ സമയത്ത് കുറെ പോസ്റ്റുകൾ വരുന്നുണ്ടാവും. ഇത് അയ്യോ എനിക്ക് ഇത്ര നഷ്ടം വന്നു, അയ്യോ എനിക്ക് പണി പാളി, അയ്യോ ഇതായി, ഈ സ്റ്റോക്ക് ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് പോസ്റ്റ് ഇടും. എന്തിനാണ് ഇവർ പോസ്റ്റ് ഇടുന്നത്? ദേ ആർ ഓൾസോ സീക്കിംഗ് വാലിഡേഷൻ ഫ്രം അതേഴ്സ്. അതായത് അവർക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും കൂടി പറയുന്നുണ്ടോ, കുഴപ്പമില്ല സ്റ്റോക്ക് മാർക്കറ്റ് കയറും, ഇത് ചെറിയൊരു കറക്ഷൻ ആണ്, നാളെ കയറും, അത് കാണണം. അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്ത സ്റ്റോക്ക് അത് ഹോൾഡ് ചെയ്തോളൂ എന്ന് ആരെങ്കിലും ഒന്ന് പറയണം. ആ ഒരു വാലിഡേഷൻ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ തെറ്റാണെന്ന് പറയില്ല, കാരണം മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും ആ ഒരു വാലിഡേഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിപ്പോ ഇൻവെസ്റ്റ്മെന്റിലായാലും നമ്മുടെ ലൈഫിലായാലും നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ തന്നെ കുറച്ചത് റെഡിയാക്കാൻ നോക്കണം. ഓക്കെ, ഐ എം നോട്ട് സെയിങ് ദാറ്റ് സീക്കിംഗ് വാലിഡേഷൻ ഇസ് റോങ്, ബട്ട് പുറത്തുനിന്നുള്ള വാലിഡേഷൻ നിങ്ങളൊരു ഷോർട്ട് ടേമിലേക്ക് ഹെൽപ്പ് ചെയ്താലും ലോങ് ടേമിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് തന്നെ കൊടുക്കുന്ന വാലിഡേഷനാണ്. നമ്മളുടെ ചിന്തകളും നമ്മളുടെ തീരുമാനങ്ങളൊക്കെ ശരിയാണ്, നമ്മുടെ ഇൻഡ്യൂഷനൊക്കെ ശരിയാണ്, അത് ലോജിക്കലി തിങ്ക് ചെയ്ത് നമ്മൾക്ക് തന്നെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലോട്ട് ഇറങ്ങാൻ. അല്ലെങ്കിൽ നമ്മൾ ഈ എക്സ്റ്റേണൽ വാലിഡേഷൻ തേടി പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നമ്മൾ കുറച്ച് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ വാലിഡേറ്റ് ചെയ്താൽ മതി. ഇതിനെ ഞാനൊരു മോശമായിട്ട് കാണുന്നില്ല, പക്ഷെ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയല്ലേ നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ നമ്മൾ ആവേണ്ടത് അല്ലെ. ഞാൻ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ സീക്ക് ചെയ്യാറില്ല. ആങ്സൈറ്റി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് എന്റെ പോർട്ട്ഫോളിയോ റെഡാകുമ്പോൾ വിഷമമൊക്കെ വരും. അതെന്താ, പൈസയല്ലേ പോകുന്നത്, ആർക്കെല്ലാം വിഷമം വരില്ലേ, മനുഷ്യരല്ലേ. അപ്പൊ നമ്മൾ ആ ആങ്സൈറ്റി വരുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മളെ അങ്ങോട്ട് ആശ്വസിപ്പിക്കുക. അപ്പൊ ഈ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ഞാൻ മനസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോവില്ല. അപ്പൊ അതാണ് ഫസ്റ്റ് പാഠം. ഇനി രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് പേഷ്യൻസ്, ക്ഷമ. ഇന്നത്തെ ലോകത്തുണ്ടല്ലോ, വി ആർ വയേർഡ് ഫോർ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമുക്ക് 100x റിട്ടേൺസ് വേണം, ഇപ്പൊ നാളെ എനിക്ക് വേണം റിട്ടേൺസ്, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു സത്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ദർസ് എ കോട്ട് ഓൺ ദിസ്. അതായത് ബിഗ് മണി ഇസ് ഇൻ മെയ്ഡ് കോൺസ്റ്റന്റ്ലി ഇൻ ബൈയിങ് ആൻഡ് സെല്ലിങ്, ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ വെയിറ്റിംഗ്. അതായത് ഈ വിൽക്കലും വാങ്ങലിലും അല്ല പൈസ ഉള്ളത്, നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴാണ് പൈസ ഉണ്ടാകുന്നത്. ഫിഡിലിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയ റിസർച്ചിൽ ഏറ്റവും കൂടുതൽ പോർട്ട്ഫോളിയോ റിട്ടേൺസ് കിട്ടിയ പോർട്ട്ഫോളിയോ ഓണേഴ്സ് പലരും മരിച്ച ആൾക്കാരായിരുന്നു. അവർ ജീവിച്ചിരിപ്പില്ല, കാരണം അവരൊന്നും ചെയ്യുന്നില്ല. അതിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഒന്നും ചെയ്യണ്ട, ചിലപ്പോൾ ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് റിട്ടേൺസ് കിട്ടും. അപ്പൊ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു മാരത്തോൺ ആണ്, അതൊരു സ്പ്രിന്റ് അല്ല. പൈസ ഉണ്ടാക്കാൻ പറ്റും, ട്രേഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. നമ്മൾ അത് വളരാനുള്ള സമയം കൊടുക്കണം. അതാണ് ലെസൺ നമ്പർ 2. ഇനി ലെസൺ നമ്പർ 3 എന്ന് പറയുന്നത് ഡോണ്ട് ആക്ട് ഇമ്പൾസിവ്ലി. അതായത് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വാർത്തകൾ കാണും, ഒരുപാട് ആൾക്കാർ പറയും ഇതാണ് അടുത്ത ഓപ്പർച്യൂണിറ്റി ഇതായിരുന്നു, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ കോടീശ്വരനാവും. അങ്ങനെ പലയിടത്തുനിന്നും പലതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അഡ്വൈസസ് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്സ് ഒക്കെ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതായിരുന്നല്ലോ എന്റെ നെക്സ്റ്റ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ ആ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പിന്നെയും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിനെ പെട്ടെന്ന് തേടി പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഇമ്പൾസ് ആയിട്ടുള്ള ആക്ട് ചെയ്യേണ്ട എന്നൊരു പാഠാണ് ഇത്. പറയുമ്പോൾ എനിക്ക് കൂടെ പറയേണ്ട കാര്യം,
ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാനിങ്ങനെ ഇമ്പൾസീവ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെനിക്കൊരു പാഠമായത്. അപ്പം ആ ആക്ട് ചെയ്തതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ലതും സംഭവിച്ചിട്ടുണ്ട്, മോശം സംഭവിച്ചിട്ടുണ്ട്. ചിലത് എനിക്ക് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്, ചിലത് എന്റെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയിട്ടുണ്ട്. ഐ ട്രൈ ടു ഗിവ് സം എക്സാമ്പിൾസ് ഫ്രോം മൈ പോർട്ട്ഫോളിയോ ഇറ്റ്സെൽഫ്. അപ്പൊ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്സിൽ എന്റെ റിസർച്ച് ആൻഡ് അനാലിസിസിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് വോളറ്റൈൽ ആവുന്ന സമയത്ത് ഇമ്പൾസ് ആയിട്ട് ആക്ട് ചെയ്യാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ സൈക്കോളജി പ്ലേസ് എ ഹ്യൂജ് റോൾ. നമ്മൾക്കിത് തോന്നും, പക്ഷെ തോന്നരുത്. മറ്റേ ആ സിനിമയിൽ പറയുന്നില്ലേ, കാല് കുത്തണം കുത്തണം തോന്നും മറ്റേ സോൾട്ട് ആൻഡ് പേപ്പറിൽ, പക്ഷെ കുത്തരുത്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസിൽ ഇങ്ങനെയാണ്, നമ്മളുടെ ബ്രെയിൻ പല രീതിയിൽ പ്രവർത്തിക്കും, പലതും നമുക്ക് ചെയ്യണം തോന്നും, ചെയ്യരുത്. വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നത് ഒരു വലിയ പാഠമാണ്. സോ ഡോണ്ട് ആക്ട് ഇമ്പൾസീവ്ലി. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് വളരെ ഡെപ്തിൽ മനസ്സിലാക്കിയ ഒരു പാഠമാണ്, അതായത് സ്ട്രഗിൾസ് മേക്ക് ലൈഫ് ബ്യൂട്ടിഫുൾ എന്നുള്ളത്. സി വി നീഡ് ടു എംബ്രേസ് ദ സ്ട്രഗിൾസ്. ദാറ്റ്സ് എ സെയിങ് ദാറ്റ് വെൻ വി ഹിറ്റ് ദ വേഴ്സ്റ്റ് ദ ബെസ്റ്റ് വിൽ കം. നമ്മൾ എപ്പോഴാണോ ഏറ്റവും നമ്മുടെ ലോവസ്റ്റ് പോയിന്റിൽ എത്തിയത്, അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ബെസ്റ്റ് വേർഷനിലേക്ക് വരിക. വി വിൽ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ത്രൂ സ്ട്രഗിൾസ്. സോ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ മാർക്കറ്റ് കറക്ഷൻ എന്ന് പറയുന്നത് വളരെ വിഷമം അല്ലെങ്കിൽ ഒരു ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതൊരു ഇൻക്രെഡിബിൾ ടീച്ചറും കൂടിയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും, നമുക്ക് റെസിലിയൻസും പേഷ്യൻസും ഒക്കെ അത് പഠിപ്പിച്ചു തരും. സോ ലൈഫിലാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റിലാണെങ്കിലും സ്ട്രഗിൾസ് അത് നമ്മുടെ ജേർണിയുടെ ഒരു പാർട്ടാണ്. സ്ട്രഗിൾസ് വന്നാലേ നമ്മുടെ ലൈഫിന് ഒരു ബ്യൂട്ടി ഉള്ളൂ. അവിടെ നിന്നാണ് നമ്മളൊരു അടുത്ത ബെസ്റ്റ് വേർഷൻ 2 ഇറങ്ങുക. ആ സ്ട്രഗിൾസിനൊക്കെ നമ്മൾ വെൽക്കം ചെയ്യണം. ആ സ്ട്രഗിൾസിൽ നിന്ന് നമ്മൾ ലെസൺസ് പഠിക്കണം. സോ ദ ലെസൺസ് വി ലേൺഡ് ഡ്യൂറിങ് അവർ ടഫ് ടൈംസ് നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആക്കും. അതുപോലെ തന്നെ ലെസൺസ് വി ലേൺ ത്രൂ ദിസ് മാർക്കറ്റ് കറക്ഷൻസ് വിൽ മേക്ക് us എ ബെറ്റർ ഇൻവെസ്റ്റർ. സ്ട്രഗിൾസ് നമുക്ക് ആ ഒരു രീതിയിൽ കാണാൻ പറ്റിയാലുണ്ടല്ലോ, നമ്മുടെ കംപ്ലീറ്റ് പെർസ്പെക്റ്റീവ് തന്നെ മാറും. ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് തന്നെ മാറിക്കിട്ടും. ഇതൊക്കെ നമ്മളുടെ ജേർണീന്റെ ഒരു ഭാഗമാണ്. നമ്മൾ പല മിസ്റ്റേക്സ് ചെയ്യും, നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കും, അത് അപ്ലൈ ചെയ്യും, പിന്നെയും നമ്മൾ മിസ്റ്റേക്സ് ചെയ്യും, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കും. അങ്ങനെ നമ്മൾ ബെറ്റർ ആയിട്ട് വരും. ഓക്കെ, അപ്പം ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേർണി തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പക്ഷെ എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ. ചിലത് നമ്മുടെ എക്സ്പീരിയൻസിനെ പഠിക്കുള്ളൂ. ചിലത് നമ്മൾ ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയ കാര്യങ്ങള് പിന്നീട് അത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബുക്സിന്റെ കാര്യം തന്നെ എടുക്കാം. പല ബുക്സും ആദ്യം വായിക്കുന്ന സമയത്തുള്ള ഒരു ഗ്രാസ്പിംഗ് അല്ല കുറെ കഴിഞ്ഞ് നമ്മൾ വായിക്കുന്ന സമയത്ത് കിട്ടുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവ് മാറുമ്പോൾ അതിന്റെ മീനിങ് മാറും. നമ്മളെ സെയിം ലൈൻസ് ആയിരിക്കും, ബട്ട് മീനിങ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അപ്പം നിങ്ങളും ഒരുപാട് പാഠങ്ങൾ പഠിച്ചൊരു ബെറ്റർ പേഴ്സൺ ആവാം, ട്രാൻസ്ഫോം ഇൻടു എ ബെറ്റർ പേഴ്സൺ, ട്രാൻസ്ഫോം ഇൻടു എ ബെറ്റർ ഇൻവെസ്റ്റർ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ലെസൺസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കമന്റിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ, ബൈ.